ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പുതിയ അടുക്കളയിലേക്ക് കുറച്ചധികം അതായത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പരിപ്പ്, കടല അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് വെക്കാനും പൊടികളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പല തവണയായിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് ജാറുകൾ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ല വെയിലൊക്കെയുള്ള സമയമല്ലേ, അപ്പോൾ ഇനി ഒത്തിരി ദിവസങ്ങളൊന്നും ഇല്ല നമുക്ക് പുതിയ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് കഴുകി പെറുക്കി ഉണങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരം ഇതെല്ലാം ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് അടച്ച് വെച്ചാൽ മതിയല്ലോ. അന്നേരം കഴുകാനും ഉണങ്ങാനും ഒന്നും പോകണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഒന്ന് പുറത്തെടുത്തേക്കുവാണ് കേട്ടോ. കുറേ നാൾ, ഒരു വർഷത്തിനിടയിൽ ഞാൻ വാങ്ങിച്ചു കൂട്ടിയതായതുകൊണ്ട് പലതും എന്താ പറയുക, ഇങ്ങനെ കുറച്ചിങ്ങനെ പൂപ്പലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് ഞാനിങ്ങനെ പുറത്തെടുത്ത് ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ മൊത്തത്തിൽ എത്ര എണ്ണം ആയി എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാന്നോർത്ത് എല്ലാം ഒന്ന് പുറത്തെടുത്തതാണ്. ഇപ്പോൾ സെറാമിക്കിൻ്റെ ഇതൊക്കെ ഒരു ഓയിൽ, നമ്മൾ എണ്ണ ഒഴിച്ച് വെക്കുന്ന ഒരു കണ്ടെയ്നറാണ് കേട്ടോ അത്. അതിന് ലിഡൊക്കെ ഉണ്ട്. പിന്നെ കൈതട്ടുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം മറിഞ്ഞൊക്കെ പോകും. പിന്നെ ഇത് സ്റ്റീലിൻ്റെയാണ് കേട്ടോ. നമ്മുടെ കാപ്പിപ്പൊടി, പഞ്ചസാര, ചായപ്പൊടിയൊക്കെ ഇട്ട് വെക്കാനായിട്ട് 3 കണ്ടെയ്നേഴ്സ് 3 കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് തിരക്കൊക്കെ പിടിച്ചെടുക്കുമ്പോൾ താഴെ പോയാലും പൊട്ടാത്ത രീതിയിൽ ഞാനിത് സ്റ്റീലിൻ്റെയാണ്, കാരണം എപ്പോഴും ഉപയോഗിക്കേണ്ടതല്ല, അതുകൊണ്ട് സ്റ്റീലിൻ്റെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അത് സ്റ്റീലിൻ്റെയൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പൂപ്പലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇത് നമുക്ക് പൊടികളിട്ട് വെക്കാനും ഉപയോഗിക്കാം. ഒരു പാത്രത്തിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ പൊടികളിട്ട് വെക്കാനും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ജീരകം, ഉലുവ അങ്ങനെയുള്ള സാധനം നമ്മുടെ ഇഷ്ടം പോലെ. ഇനി അതല്ലെങ്കിൽ നമ്മൾ ക്ലിയർ ആക്കി വെച്ച ഉള്ളിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലായിട്ട് സൂക്ഷിക്കാനും ഒക്കെ ഇത് ഉപയോഗിക്കാം കേട്ടോ. അതും നല്ലൊരു പാത്രമാണ്. അപ്പോൾ ആ ഒരു കണ്ടെയ്നർ. പിന്നെ ഇതിൻ്റെ വലുത് ഞാൻ ആദ്യം 2 എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കാണുന്ന വലിയ ജാറ്, ഈ ജാറിൻ്റെ ചെറുതാണിത്. ഇത് കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് എപ്പോഴും എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെക്കുമല്ലോ വലിയ ടിന്നിൽ നിന്ന് പകർന്ന്. അങ്ങനെ ചെറിയ ജാറുകൾ ഇതൊരു 6 എണ്ണം ഉണ്ട് കേട്ടോ ഈ ചെറുത്. വലുതാണെങ്കിൽ ഇച്ചിരി മുഴുപ്പ് അധികമുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കൂടുതലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം. ഇപ്പോൾ അങ്ങനെ പയർ വർഗ്ഗങ്ങളൊക്കെ. ഇതിപ്പോൾ മൊത്തത്തിൽ 6 എണ്ണം ഉണ്ട്. നമുക്കിതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വെക്കാം. ഗ്ലാസ്സാണ് കേട്ടോ. പക്ഷേ അടപ്പ് മറ്റേ സാധാരണ ഫൈബറിൻ്റെയാണ്. പിന്നെ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ജാറിൻ്റെ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഞാൻ 2 എണ്ണം കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ അത് മൊത്തം 4 എണ്ണം ഉണ്ട്. പിന്നെ ഈ ഒരു ജാറ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും വലിപ്പം കുറവാണ്. ഞാൻ ഇച്ചിരി വലിപ്പമൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ വന്നപ്പോൾ ഇത്തിരി ഇത് ചെറുതായിപ്പോൾ. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. പിന്നെ അതിൻ്റെ സ്റ്റീലിൻ്റെ ലിഡാണ്, നല്ല ടൈറ്റാണ്. പിന്നെ അതിൻ്റെ ഒരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ലൊരു ജാറാണ് കേട്ടോ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഇച്ചിരി ഒരു വലിപ്പക്കുറവുണ്ട്. പിന്നെ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിലും വലിപ്പം കൂടിപ്പോയി. പിക്ചറിൽ കണ്ടപ്പോൾ ഞാൻ ചെറുതാണ്, ഉപ്പിട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ഇത്രയും വലിയ ജാറ് നമുക്ക് ഉപ്പിട്ട് വെക്കാൻ വേണ്ട. അപ്പോൾ ഞാൻ അതിനുവേണ്ടി വേറെ 2 വൈറ്റ് ആൻഡ് ബ്രൗൺ കളറിലുള്ളത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വല്ല മാങ്ങ ഉപ്പിട്ട് വെക്കാനോ പുളിയിട്ട് വെക്കാനോ ഒക്കെ ഉപയോഗിക്കാമല്ലോ. പിന്നെ ഇതും ഞാൻ ഈ 2 എണ്ണം വാങ്ങിച്ചായിരുന്നു. ഇത് ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ നല്ല ലിഡൊക്കെയാണ്. പക്ഷേ അത് ഇച്ചിരി പൂപ്പലൊക്കെ പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ എന്തോ ഒരു ഇത്തിരി ഇങ്ങനെ കറവലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സോപ്പിട്ട് കഴുകി കുറച്ച് എണ്ണയൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നം അങ്ങ് പോയി. പിന്നെ കണ്ടില്ല. എങ്കിലും പിന്നെ ഞാൻ ഇങ്ങനത്തെ തടിയുടെ ലിഡുള്ളത് പിന്നെ വാങ്ങിച്ചില്ല. എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചുമില്ല കേട്ടോ. പിന്നെ എല്ലാം ഞാനിങ്ങനെ സ്റ്റീലിൻ്റെ ഫൈബറിൻ്റെയൊക്കെ അടപ്പുള്ളതാണ്. പിന്നെ ഈ ആദ്യം കാണിച്ച ഇത് 12 എണ്ണം ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ പല സൈസും കിട്ടും. ചെറുത് കിട്ടും, വലുത് കിട്ടും. ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ വാങ്ങിച്ചത്. ഞാനൊരു വർഷമായി അത് വാങ്ങിച്ച് വെച്ചിട്ട് കേട്ടോ. പല തവണകളായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ പുതിയ അടുക്കളയിലേക്ക് കണ്ടെയ്നേഴ്സ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലാക്ക് ലിറ്ററുള്ള സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറേ അധികം പൾസസ്, അതായത് പരിപ്പ്, വൻപയർ, കടല അങ്ങനെ പല ഐറ്റംസ് ഉണ്ടല്ലോ. പൊടികൾ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാം. അങ്ങനെ ഇതുണ്ട്. ഇതുപോലെ നമുക്ക് എയർ ടൈറ്റാണ്. പിന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് പൊട്ടുമെന്നൊന്നും പേടിക്കേണ്ട. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് കാണാം എന്തോരം ഉണ്ട്, തീരാറായോ എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഒരേ സെക്ഷൻ നല്ല ഒരുപോലെ അടുക്കി വെക്കാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് ഒരുമാതിരിപ്പെട്ടവരൊക്കെ വാങ്ങിച്ചെന്ന് തോന്നുന്നു. ഞാനിത് ഒരു വർഷമായിട്ട് ഇത് വാങ്ങിച്ചിങ്ങനെ സ്റ്റോക്ക് ചെയ്തേക്കുവാണ്. ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ. എങ്കിലും എല്ലാം ഒന്ന് കഴുകി പെറുകിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാം ഒന്ന് വെള്ളം വാരാനായിട്ട് അവിടെ തന്നെ കഴുകി വെച്ചിട്ട് വെള്ളമൊക്കെ വാർന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഒന്ന് തുടച്ച് വീണ്ടും പഴയ പാക്കിലേക്കാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് ഉള്ളൊക്കെ ക്ലീൻ ആയതുകൊണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒന്ന് തുടച്ചെടുത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാൽ മതിയല്ലോ എന്ന് ഓർത്തു. അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ, പുതിയതായിട്ടൊരു വീടൊക്കെ പണിയുമ്പോൾ അടുക്കളയിലേക്ക് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പല തവണയായിട്ട് ഒന്നിച്ചൊന്നും നമ്മുടെ ഈ വാങ്ങാൻ എപ്പോഴും ക്യാഷ് ഉണ്ടായെന്ന് വരത്തില്ല. അപ്പോൾ ഇത്തിരി പൈസ കിട്ടുന്നതനുസരിച്ച് നമ്മൾ കുറേശ്ശെ ആയിട്ട് വാങ്ങി സൂക്ഷിച്ചതാണ്.
അപ്പോൾ തൽക്കാലം കുറച്ചധികം ഞാൻ കഴുകി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളമൊന്ന് തോർന്ന് കഴിയുമ്പോൾ തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളമൊക്കെ തോർന്ന് വന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ പതിയെ എല്ലാം ഒന്ന് തുടച്ചെടുത്ത് ടേബിളിലേക്ക് മാറ്റുവാണ്. എല്ലാം തുടച്ച് കമത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണങ്ങിയെന്ന് ഉറപ്പ് വന്നു കഴിയുമ്പോൾ നമുക്കത് തിരിച്ച് പാക്ക് ചെയ്ത് അതിനകത്തേക്ക് തന്നെ വെക്കാമല്ലോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന വഴിക്കൊക്കെ ചിലപ്പം താഴെ വീണ് പൊട്ടുമോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്യുമ്പോൾ പൊട്ടുമല്ലോ ചെയ്താലോ. അതുകൊണ്ട് സെയിം പാക്കിൽ തന്നെ നമുക്ക് ഇത് നമ്മുടെ താമസ സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മേടിച്ചത്. പിന്നെ ഞാൻ കുറച്ചധികം പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ അടുക്കളയിലേക്ക്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് അവിടെ കൊണ്ടുപോയി അറേഞ്ച് ചെയ്ത് ഒക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഭയങ്കര വെയിറ്റിംഗ്, നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. ഇതെല്ലാം ഉപയോഗിക്കുന്നതായിട്ടും ഇതൊക്കെ എടുത്ത് വെക്കുന്നതായിട്ടും ഒക്കെ നമ്മളിപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണുമല്ലോ. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് ഒരു വീട് വെച്ച് നമുക്ക് പെണ്ണുങ്ങളെ സംബന്ധിച്ച് കിച്ചണാണല്ലോ മെയിൻ. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെ ഭംഗിയാക്കാൻ നമ്മളെപ്പോഴും ആലോചിക്കുമല്ലോ. അപ്പം ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയി അറേഞ്ച് ചെയ്യുന്നതൊക്കെയാണ് എപ്പോഴും മനസ്സിൽ. അപ്പോൾ ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോയിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിയ സാധനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാനാണ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ജാസൊക്കെ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനായി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.